ഹായ് വെൽക്കം ടു ഓൾ. നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത് ഏജിൻ്റെ ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം നമുക്ക് എന്താണെന്ന് നോക്കി നോക്കാം. പ്രോബ്ലത്തിൽ കൊടുത്തിട്ടുള്ള എ സൺസ് പ്രസൻറ്റ് ഏജ് ഈസ് 2/5 ഓഫ് ഈസ് മദേഴ്സ് ഏജ്. ആഫ്റ്റർ 8 ഇയേഴ്സ് ഹി വിൽ ബി 1/2 ഓഫ് ഈസ് മദേഴ്സ് ഏജ്. വാട്ട് ഈസ് ഹിസ് മദേഴ്സ് ഏജ് നൗ? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അമ്മയുടെ ഇപ്പോഴത്തെ പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? സൺസ് പ്രസൻറ്റ് ഏജ് ഈസ് 2/5 ഓഫ് മദേഴ്സ് ഏജ്. അപ്പം നമുക്ക് സണ്ണിൻ്റെ ഏജ് എന്താക്കി എഴുതാം? എക്സ് എന്ന് കൊടുക്കാം. മദറിൻ്റെ ഏജ് വൈ എന്ന് കൊടുക്കാം. ഫസ്റ്റ് തന്ന കണ്ടീഷൻ നമുക്ക് എടുത്തെഴുതാം. സണ്ണിൻ്റെ പെർസെൻറ്റേജ് എക്സ് ഈസ് ഈക്വൽ ടു 2/5 ഓഫ് മദേഴ്സ് ഏജ്. അതാണ് നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ഇക്വേഷൻ. ഫസ്റ്റ് നമുക്ക് സെൻറ്റൻസിൽ നിന്ന് കിട്ടുന്ന ഇക്വേഷൻ. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 8 ഇയേഴ്സ് ഹി വിൽ ബി 1/2 ഓഫ് മദർ ഏജ്. അതായത് സണ്ണിൻ്റെ ഏജ് ആഫ്റ്റർ 8 ഇയർ എന്ന് പറയുമ്പോൾ 8 വർഷം കൂടെ കൂടും. അതായത് 8 വയസ്സ് കൂടി. പിന്നെ അതേപോലെ തന്നെ അത് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/2 ഓഫ് മദർ ഏജ്. മദർ ഏജ് എന്ന് പറയുമ്പോൾ അതും 8 വർഷം കൂടുമല്ലോ. വൈ ആണ് മദർ ഏജ്. അത് 8 വർഷം കൂടുമ്പോൾ എന്ന് പറയുമ്പോൾ 8 വയസ്സ് കൂടി. അതാണ് y + 8 വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. പക്ഷേ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. ഇൻ ടേംസ് ഓഫ് എക്സിലേക്ക് നമുക്ക് എഴുതി നോക്കാം. 8 + x + 8 ഈസ് ഈക്വൽ ടു 1/2. നമുക്ക് y/2 എഴുതാം. പിന്നെ എന്ന് പറയുമ്പോൾ 8/2 എന്ന് പറയുമ്പോൾ 4. ഇനി നമുക്ക് x ഈസ് ഈക്വൽ ടു y/2 + 4 - 8 വരും. അപ്പോൾ നമുക്കത് ഇവിടെ -4 വരും. അപ്പോൾ x ഈസ് ഈക്വൽ ടു y/2 - 4. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് മദറിൻ്റെ ഏജാണ്. അതാണ് y ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എക്സിൻ്റെ സ്ഥാനത്ത് സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് പുട്ട് ചെയ്താൽ മതി. y/2 - 4 ഈസ് ഈക്വൽ ടു y/2 പ്ലസ് ഫസ്റ്റ് ഇക്വേഷനാണ് നമുക്ക് പുട്ട് ചെയ്യേണ്ടത്. 2/5 ഇൻറ്റു y ആണ് പുട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പുട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 4 അങ്ങോട്ട് കൊണ്ടുപോകാം. 4 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. പിന്നെ അതേപോലെ തന്നെ 2/5y നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. y/2 - 2/5y ഈസ് ഈക്വൽ ടു +4. 4 അങ്ങോട്ട് വരുമ്പോൾ +4 ആവും. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. എന്നിട്ട് LCM എടുക്കണം. നമുക്ക് ഇൻറ്റു 5നെ കൊണ്ട് മുകളിലും താഴെ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 10 ആയി, ഇവിടെ 5y ആയി. അതേപോലെ തന്നെ ഇവിടെ അടിയിൽ 2നെ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ 10 ആയി, ഇവിടെയും 2നെ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 4 ആയി. അന്നേരം 5y - 4y ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. 5y - 4y 1y. y/10 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. വൈൻ്റെ വാല്യൂ, അതായത് മദറിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ y ഈസ് ഈക്വൽ ടു 40. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? 40. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.